കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മർക്കോസിന്റെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ അവൻ്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. വിശ്വസിക്കുന്ന ഈ ചെറിയവനിൽ ഒരുവന് ഇടർച്ച വരുത്തുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് വലിയ തിരികല്ല് കഴുത്തിൽ കെട്ടി കടലിൽ എറിയപ്പെടുന്നതാണ്. നിന്റെ കൈ നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് വെട്ടിക്കളയുക. ഇരു കൈകളും ഉള്ളവനായി നരകത്തിലെ കെടാത്ത അഗ്നിയിൽ നിബന്ധിക്കുന്നതിനേക്കാൾ നല്ലത് അംഗഹീനനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ്. നിന്റെ പാദം നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് മുറിച്ചു കളയുക. രണ്ട് പാദങ്ങളും ഉള്ളവനായി നരകത്തിൽ എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് മുടന്തനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ്. നിന്റെ കണ്ണു മൂലം നിനക്ക് ദുഷ്പ്രേരണ ഉണ്ടാകുന്നെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞു കളയുക. ഇരു കണ്ണുകളും ഉള്ളവനായി പൊടിച്ചാകാത്തതും തീ കെടാത്തതുമായ നരകത്തിലേക്ക് എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് ഒരു കണ്ണോടുകൂടെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതാണ്. കാരണം എല്ലാവരും അഗ്നിയാൽ ഉറകൂട്ടപ്പെടും. ഉപ്പ് നല്ലതാണ്, എന്നാൽ ഉറകെട്ടുപോയാൽ അത് പിന്നെ എന്തുകൊണ്ട് അതിന് ഉറകൂട്ടും? നിങ്ങളിൽ ഉപ്പ് ഉണ്ടായിരിക്കട്ടെ, പരസ്പര സമാധാനത്തിൽ വർദ്ധിക്കുകയും ചെയ്യുവിൻ. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മൾ വായിച്ചു കേട്ട വചനഭാഗങ്ങൾ, ഒന്നാം വായനയും സുവിശേഷവും ഒക്കെ നമ്മുടെ ആത്മീയ ജീവിതത്തിലേക്ക് ആവശ്യമായ ചില ബോധ്യങ്ങൾ നൽകുകയാണ്. ലോകത്തിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ചല്ല, മറിച്ച് ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്ന ചില മനോഭാവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമ്മൾ പുലർത്തണമെന്നുള്ള കാര്യം വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. വായിച്ച ഒന്നാമത്തെ വായനയിൽ പ്രഭാഷകന്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് അമിതമായി സമ്പത്തിൽ ആശ്രയിക്കാൻ പാടില്ല. സമ്പത്തിൽ ആശ്രയിച്ചുകൊണ്ട് സംഭവിക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളാണ്. അതായത് നമ്മുടെ ചിന്താഗതിയിലും നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലൊക്കെ ഒത്തിരിയേറെ മാറ്റങ്ങൾ വരും. അതുകൊണ്ടാണ് പറഞ്ഞത്, സ്വന്തം കഴിവിൽ ആശ്രയിച്ച് ഹൃദയാഭിലാഷങ്ങൾക്കൊന്നും ജീവിക്കരുതെന്ന് പറയുകയും മേനി പറയുകയും ഒന്നും ചെയ്യരുത്. അതായത് എനിക്ക് ഇത്രയും കാര്യങ്ങളുണ്ട്, എനിക്ക് ഇത്രയും സമ്പത്തുണ്ട്, അതുകൊണ്ട് എനിക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം എന്നുള്ള തെറ്റിദ്ധാരണകളിൽ ജീവിക്കാതെ സമ്പത്തിൽ ആശ്രയിക്കുന്നതിനേക്കാൾ അധികമായി ദൈവത്തിൽ ആശ്രയം വെക്കണമെന്നുള്ള കാര്യമാണ് പറഞ്ഞു വയ്ക്കുക. രണ്ടാമത്തെ ഒരു വലിയൊരു ബോധ്യം ഒന്നാമത്തെ വായനയിൽ നമ്മൾ കാണുക, അതായത് ദൈവത്തിൻ്റെ കാരുണ്യം ഒരിക്കലും ഒരു ലൈസൻസ് ആയിട്ട് എടുക്കാൻ പാടില്ല. അതായത് ഒത്തിരിയേറെ ആളുകൾ പറയാറുണ്ട്, കർത്താവ് എന്നോട് പാപങ്ങൾ ക്ഷമിക്കും, അല്ലെങ്കിൽ ഒന്ന് പോയി കുമ്പസാരിച്ചാൽ മതി, എൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും, അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും പാപം ചെയ്യും. പ്രഭാഷകന്റെ പുസ്തകത്തിൽ പറഞ്ഞു വയ്ക്കുന്ന കാര്യമാണ്, അതായത് വീണ്ടും വീണ്ടും പാപം ചെയ്യാതിരിക്കാൻ. കർത്താവ് കാരുണ്യം കാണിക്കും എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും പാപം ചെയ്യാതിരിക്കാൻ. പ്രിയപ്പെട്ടവരെ, അപ്രകാരം ഒരു വലിയ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കാരുണ്യത്തിലേക്ക് നമ്മൾ അഭയം പ്രാപിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നിത്യജീവൻ അവകാശമാക്കാൻ നമ്മളെക്കാൾ അധികമായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അത്രമാത്രം ദൈവം നമ്മളോട് കരുണ കാണിക്കുന്നതും സ്നേഹം കാണിക്കുന്നതും നമ്മളൊക്കെ അത്രമാത്രം വിലപ്പെട്ടവരാണ് എന്നുള്ളത് കൊണ്ടാണ്. നമ്മുടെ വലിയ കഴിവോ മേന്മയോ അല്ലെങ്കിൽ സൗഭാഗ്യമോ പാരമ്പര്യമോ ഒന്നും നോക്കിയിട്ടല്ല, കർത്താവ് നമ്മളെ അത്രമാത്രം സ്നേഹമാണ്. അതുകൊണ്ടാണ് ദൈവം ഇതുപോലെ കരുണ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു കരുണയെ ഒരു ലൈസൻസായിട്ട് എടുത്തിട്ട് വീണ്ടും പഴയ ജീവിത രീതികളിലേക്കോ അല്ലെങ്കിൽ തെറ്റായ ജീവിത മാർഗങ്ങളിലേക്കോ പോകരുത് എന്നുള്ള കാര്യം വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവർ, ഈ രണ്ട് ബോധ്യങ്ങളുടെയും ഒരു തുടർച്ച എന്ന രീതിയിൽ നമ്മൾ കാണുന്നത് സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ, അതായത് ഈശോ കൃത്യമായിട്ടും പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് നമ്മൾ ക്രിസ്തുവിനുള്ളവരാണ് എന്നുള്ള കാര്യം ഈശോ പഠിപ്പിക്കണം. അതായത് നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവനും അതായത് ക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടവരാണ്. അങ്ങനെ സമർപ്പിക്കപ്പെട്ടവരാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട മനോഭാവം എന്ന് പറയുന്നത് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിൽ താല്പര്യം കാണിക്കുന്നവരാണ്. അതായത് സൽപ്രവർത്തികൾ ചെയ്യുന്നവരായി നമ്മുടെ ജീവിതങ്ങൾ മാറണമെന്നുള്ളത്. അതുകൊണ്ട് ഈശോ പറഞ്ഞു വെക്കുന്ന കാര്യം ഇതാണ്. സുവിശേഷം പറഞ്ഞു വയ്ക്കുന്നത്, നിങ്ങൾ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല.
നമുക്ക് ഇത്രയും ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും അതിനും ഒരു വലിയ പ്രതിഫലം ലഭിക്കും. അതായത് നമ്മുടെ ഉള്ളിലെ നന്മ നമുക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കണം. കാരണം ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്ന കാര്യം, ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത് തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും. അങ്ങനെയാണെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതങ്ങൾ നിലനിൽക്കുന്നത്, നമ്മുടെ ജീവിതത്തിൻ്റെ ഉള്ളിലുള്ളത് എന്താണ്? ദൈവിക സാന്നിധ്യമാണ്. ദൈവിക സാന്നിധ്യം തിന്മ ചെയ്യാനുള്ള സാന്നിധ്യമല്ല, മറിച്ച് നന്മ ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാനായിട്ടുള്ളതാണ്. ഈശോയെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുന്നത് അവൻ നന്മ ചെയ്ത് കടന്നുപോയി എന്നാണ്. ഒത്തിരി നന്മ ചെയ്ത് കടന്നുപോയ വ്യക്തികളെക്കുറിച്ച് ഓർക്കണം. കാരണം അവരുടെ കീർത്തി ഇന്നും നിലനിൽക്കുന്നുണ്ട്. ജീവിതകാലം മുഴുവൻ അധ്വാനിച്ച് എന്തുമാത്രം കാശുണ്ടാക്കി, ഇല്ല എന്തുമാത്രം പ്രശസ്തി ഉണ്ടാക്കി എന്നുള്ളതല്ല ഒരാളുടെ ഒരു മേന്മ ഏറ്റവും കൂടുതൽ. അതായത് എൻ്റെ ജീവിതം എത്ര മനോഹരമായിട്ട് ഞാൻ ജീവിച്ചു തീർത്തു, നല്ല കാര്യങ്ങൾ ചെയ്ത് എനിക്ക് ജീവിക്കാൻ സാധിച്ചു എന്നുള്ളത്. വീണ്ടും ഇതിൻ്റെ മറുവശം കൂടെ ഈശോ പറഞ്ഞു വയ്ക്കുകയാണ്. അതായത് മറ്റുള്ളവർക്ക് ദുഷ്പ്രേരണ നൽകാതിരിക്കുക. മാനുഷികമായ ഒരു ടെൻഡൻസിയാണ്. അതായത് തിന്മയിലേക്കുള്ള ഒരു ചായ്വ് മനുഷ്യന് എപ്പോഴുമുണ്ട്. തിന്മ ചെയ്യാനും തിന്മ പ്രവർത്തിക്കുവാനും തിന്മയ്ക്ക് അടിമപ്പെട്ടു പോകാനൊക്കെയുള്ള ആ ഒരു സാധ്യതകളും എല്ലാം അവൻ്റെ മനുഷ്യൻ്റെ മുമ്പിലുണ്ട്. പക്ഷെ അതിനെ മാറ്റി നിർത്തി സൽപ്രവർത്തികൾ ചെയ്യണമെന്ന് പറയുമ്പോൾ അത് പലപ്പോഴും അതിന് മനുഷ്യന് സാധിക്കാതെ പോകുന്നുണ്ട്. അവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി വചനം പറഞ്ഞു വയ്ക്കുന്നത്, അതായത് മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതം കൊണ്ട് ഒരു ദുഷ്പ്രേരണ ഉണ്ടാകാൻ പാടില്ല. എൻ്റെ കണ്ണ് പോലും എൻ്റെ കണ്ണ് അല്ലെങ്കിൽ എൻ്റെ കൈകൾ, എൻ്റെ കാലുകൾ, എൻ്റെ ചിന്തകൾ പോലും മറ്റുള്ളവരെ പാപത്തിലേക്ക് നയിക്കാൻ പാടില്ല. കാരണം നമ്മൾ ക്രിസ്തുവിനുള്ളവരാണ്. ക്രിസ്തുവിനുള്ളവരാകുമ്പോൾ നമ്മുടെ ജീവിതം മുഴുവനും സൽപ്രവർത്തികൾ നിറഞ്ഞ ജീവിതങ്ങളായിട്ട് മാറും. പ്രിയപ്പെട്ടവരെ, അത് തന്നെ ഈ ഒരു വലിയ ബോധ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതങ്ങൾ മാറും. പലപ്പോഴും ഈ ഒരു ബോധ്യങ്ങളൊക്കെ മറന്ന് ഈ ലോകത്തിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ജീവിക്കാനായിട്ടുള്ള വ്യഗ്രത നമ്മുടെ എല്ലാവരും കാണാറുണ്ട്. നമ്മുടെയൊക്കെ ജീവിതങ്ങളെ പരിശോധിച്ച് കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും എങ്ങനെയെങ്കിലും കുറച്ച് കാശുണ്ടാക്കി സുഖജീവിതം നയിക്കാം എന്നുള്ള രീതിയിൽ അധ്വാനിക്കുന്നവർ അവസാനം ജീവിക്കാൻ മറന്നു പോകുന്ന ഒത്തിരിയേറെ ജീവിതങ്ങളെ നമുക്ക് നമ്മുടെ യാത്രയിൽ കാണാൻ പറ്റും. ജീവിതയാത്രയിൽ മക്കൾക്ക് വേണ്ടി ജീവിതം മുഴുവനും അധ്വാനിച്ചിട്ട് അവസാനം ഒത്തിരിയേറെ സങ്കടങ്ങളിൽ നീറി ജീവിക്കുന്ന മാതാപിതാക്കളെ കാണാൻ പറ്റും. അതുകൊണ്ട് വചനം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, അതായത് നമ്മുടെ സമ്പത്തിലോ കഴിവിലോ നമ്മുടെ സൗഭാഗ്യങ്ങളിലോ നമ്മുടെ മേന്മകളിലോ ഒന്നുമല്ല, മറിച്ച് ദൈവത്തിൽ ആശ്രയം വയ്ക്കുക. റോമാക്കാർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം 16-ാമത്തെ തിരുവചനം പറയുന്നത് പ്രകാരമാണ്, മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, മറിച്ച് ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ഇത്രയും കരുണ കാണിക്കുന്ന, സ്നേഹിക്കുന്ന ആ ഒരു ദൈവത്തിൽ ആശ്രയം വയ്ക്കാനായുള്ള ഒരു വലിയ പ്രചോദനം വചനം തരുമ്പോൾ അതനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും നമ്മുടെ ജീവിതങ്ങളിൽ ആ ഒരു വലിയ അഭിഷേകം നിറയുവാനും പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.